നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ചോദിച്ച ഒരാളാണ്, ആരാണ് ജിഫ്രി തങ്ങളുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ഡ്രൈവർ എന്ന് ഞാൻ ഒരിക്കലും വിശേഷിപ്പിക്കില്ല, ഡ്രൈവറുമല്ല, ഒരു സ്നേഹബന്ധത്തിൽ മാത്രം ജിഫ്രി തങ്ങളുടെ ഈ ഒരു വാഹനത്തെ തെളിയിക്കുന്ന ആളാണ്. ആരാണ് ഹാരിസ്? കാസർഗോഡാണ്. കാസർഗോഡ് പള്ളിക്കരയാണ്. ജിഫ്രി തങ്ങളായിട്ടുള്ള ബന്ധം എന്താണ്? വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എങ്ങനെയാ സമസ്തയോടുള്ള ബന്ധം? എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദുബായ് ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ജിഫ്രി തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണോ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടോ ഹാരിസ് എൻ്റെ കൂടെ വേണമെന്ന്? ഇല്ല, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തങ്ങളോട് പറഞ്ഞു? അല്ല, കമ്മിറ്റിക്കാരോട് പറഞ്ഞു. ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു. വാഹനം സ്വന്തമാണ്? അതെ അതെ. അപ്പം ഇങ്ങനെ ഒരു ഇപ്പൊ ഒരു വലിയൊരു അവസരമാണ്. കാരണം ആളുകളൊക്കെ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ, ആരാണ് ഈ ഹാരിസ്? വലിയ ഭാഗ്യം ചെയ്ത ആളാണ്. ഇപ്പം 8ാമത്തെ ദിവസം നമ്മൾ സംസാരിക്കാം. ഇതുവരെ തങ്ങളുടെ കൂടെയുള്ള ഒരു അനുഭവം എന്താണ്? പിന്നീട് പറഞ്ഞ പോലെ പിന്നെ ഒരു ദിവസം പറയാം. ഇതൊക്കെ പറയാനായിട്ടില്ല. ക്ഷീണമുണ്ടോ? അങ്ങനത്തെ ക്ഷീണമില്ല. ഒരു ക്ഷീണമില്ല. ഒരു ക്ഷീണമില്ല. ഉറക്കമൊക്കെ കൃത്യമായി? മാത്രമല്ല, തങ്ങൾക്ക് വരെ ഒരു ക്ഷീണമില്ല. ഞങ്ങൾക്ക് ക്ഷീണം? ഒരു ക്ഷീണമില്ല. ഞങ്ങൾക്കും ഇല്ല. അതെ, ഞങ്ങള് ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജൂലൈ 30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. സുപ്രഭാതം കാരവനുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു ക്ഷീണവും നമുക്കിപ്പോൾ ഇല്ല. ഏതായിരുന്നാലും ഹാരിസ്ക നമ്മുടെ കൂടെ ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ വരും. ഏതായാലും ഹാരിസ്ക പ്രൈമറി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, ഹാരിസ്ക ആരാണ് എന്താണ് എന്നൊക്കെ. നമുക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ ഇതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓക്കെ തങ്ങളിപ്പോൾ ഇറങ്ങും. അപ്പൊ അതിന് മുന്നേ അതിന്റെ ക്രമീകരണം അദ്ദേഹം ഒരുക്കേണ്ടതുണ്ട്. സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശയാത്ര കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം കന്യാകുമാരിയിൽ നിന്ന് ഈ യാത്ര തുടങ്ങിയപ്പോൾ തങ്ങൾ സഞ്ചരിക്കുന്നതും തങ്ങൾ യാത്ര ചെയ്യുന്നതും കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഹാരിസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൂടെയാണ്. നമ്മളെല്ലാവരും പല ആവർത്തി തങ്ങളുടെ ദൃശ്യങ്ങൾ വീഡിയോകളിലൂടെ നമ്മൾ കാണുമ്പോൾ ആ വാഹനവും, ആ കറുത്ത കളർ വാഹനവും, ആ വാഹനത്തെ നയിക്കുന്ന വ്യക്തിയെയും നമ്മൾ കാണുകയാണ്. ഈ വാഹനം തങ്ങളുടേതല്ല, ഈ വാഹനം ഹാരിസിൻ്റെതാണ്. എന്നാൽ ഹാരിസ് ഒരു ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ഈ ഡ്രൈവിംഗ് ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയോ അല്ല. ഹാരിസിനെ നമുക്ക് ഒരു ഡ്രൈവറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും ഡ്രൈവറാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഡ്രൈവർമാരാണ്. പക്ഷേ ഈ ഡ്രൈവിംഗ് എന്നതിനെ ഒരു ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട്, പല സഹോദരന്മാരും. അത്തരത്തിൽ ഒരാളാണോ ഹാരിസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളല്ല. ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി ദുബൈയിൽ, UAE-യിൽ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കൊണ്ട് നടക്കുന്ന, വലിയ സാമ്പത്തികമായി വലിയ നിലയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ ഹാരിസ് തന്റെ ബിസിനസ് സാമ്രാജ്യത്വം ഉപേക്ഷിച്ചു വന്നു എന്ന് ഞാൻ പറയില്ല. അതവിടെ ദുബൈയിൽ അതിന്റെ എല്ലാവിധ സൗന്ദര്യത്തോടു കൂടിയും അവിടെ നടക്കുന്നുണ്ട്. അത് അങ്ങനെ നടക്കണം. ഹാരിസിന് എല്ലാവിധ ബർക്കത്തുകളും ഉണ്ടാകുകയും വേണം. പക്ഷേ ഹാരിസ് എന്ന് പറയുന്ന ഈ യുവാവിനെ, കാസർഗോട്ടുകാരനെ, തങ്ങളെ ഒരു യാത്ര തുടങ്ങുമ്പോ അത് എന്റെ വാഹനത്തിലാകണം, ഞാനായിരിക്കണം തങ്ങളുടെ കൂടെ എന്ന് ഒരു തീരുമാനത്തിന്റെ പുറത്ത്, ഉറച്ച തീരുമാനത്തിന്റെ പുറത്ത് ഈ പ്രോഗ്രാം കമ്മിറ്റിക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് ഹാരിസ് പറഞ്ഞു, തങ്ങളെ യാത്ര, ആ യാത്ര എന്റെ വാഹനത്തിലാവട്ടെ. അങ്ങനെ പറഞ്ഞ് തങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്ന് അങ്ങനെ എത്തിപ്പെട്ട വ്യക്തിയാണ് ഹാരിസ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉമ്മത്ത് സയ്യിദുൽ ഉലമയെ അളവറ്റ് സ്നേഹിക്കുകയാ. ഇന്നിപ്പോ ഹാരിസിനോട് ചോദിക്കുകയാണ്, ഹാരിസെ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ ഹാരിസ് ഒഴിഞ്ഞു മാറുന്ന ഹാരിസിനെ നമുക്ക് കാണാം. അത് എന്തുകൊണ്ടാ? ഹാരിസിന് ഇത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഹാരിസ് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഹാരിസിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യങ്ങള് എന്താണെന്ന് ചോദിച്ചാൽ ഹാരിസിന്റെ ലക്ഷ്യം, അയാളുടെ മനസ്സ് ഞാൻ പറയുകയാ. കാരണം അയാൾ മീഡിയക്ക് മുന്നിൽ, ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അയാൾ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ ഹാരിസിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ സയ്യിദുൽ ഉലമയോട് ശൈഖുനാ ശംസുൽ ഉലമ ചോദിച്ചിരുന്നു,
തങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന്. അന്ന് ശൈഖുനയോട് തന്റെ അരുമ ശിഷ്യനായ സയ്യിദുൽ ഉലമ പറഞ്ഞത്, നിങ്ങളോടൊപ്പം പിന്നെ സ്വർഗത്തില് കൂട്ടിയാ മദീന. ആ തങ്ങളുടെ ആവശ്യത്തിന് ശൈഖുന പല ആവർത്തി ചോദിച്ച് പല ആവർത്തി ഇതേ ആവശ്യം സയ്യിദുൽ ഉലമ മുന്നോട്ട് വെച്ചപ്പോ അവസാനം ഒരു നിമിഷത്തില് ശൈഖുന സയ്യിദുൽ ഉലമയോട് പറഞ്ഞിട്ടുണ്ട്, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ശൈഖുന ശംസുൽ ഉലമ സ്വർഗത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല. അവിടെ സയ്യിദുൽ ഉലമയും ഉണ്ടാകുമെന്ന് നമുക്കൊരു തർക്കവുമില്ല. ആ ഉറപ്പുള്ള ആളുകളുടെ കൂടെ കൂടാൻ ഹാരിസ് ഒരു അവസരം കാത്തു നിന്നതാ. ഇതൊരു ഹാരിസ് ഒരു ഉദാഹരണം മാത്രമാ. സയ്യിദുൽ ഉലമയെ ഈ ഉമ്മത്ത് അളവറ്റ് സ്നേഹിക്കുകയാ. കാരണം എന്താ? ഈ ഉമ്മത്തിന്റെ ജനനായകൻ അത് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി തങ്ങളാണെന്നുള്ള തിരിച്ചറിവാ. ആ തങ്ങളുടെ കൈ പിടിച്ച് ആ തങ്ങളുടെ ചെറുവിരലിൽ തൂങ്ങി ശംസുൽ ഉലമ പകർന്നു കൊടുത്ത ആ അറിവും ആ ആഴമേറിയ അറിവും കൊണ്ട് ഈ ഉമ്മത്തിനെ നയിക്കുന്ന സയ്യിദുൽ ഉലമയുടെ ചെറുവിരലിൽ തൂങ്ങി ഈ സത്യത്തിന്റെ പാതയിലൂടെ നടന്നു നീങ്ങാനാണ് ഈ ഉമ്മത്ത് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നിന്ന് ഒരു കാരണവർ, സമൂഹത്തിലെ ഒരു കാരണവരുടെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ബഹുമാനപ്പെട്ട വ്യക്തി, ആ വ്യക്തിയുടെ ചില വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. സമസ്തയോടും സയ്യിദുൽ ഉലമയോടുമുള്ള അളവറ്റ സ്നേഹം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ, വലിയ ബഹുമാനവും ആദരവും ഈ പ്രസ്ഥാനത്തിനും സയ്യിദുൽ ഉലമക്കും നൽകുന്ന ഒരു കാരണവരുടെ വാക്കുകൾ. ഇത്തരത്തിൽ അനേകായിരം സാധാരണക്കാര് ചേരുന്നതാണ് ഈ മഹാപ്രസ്ഥാനം, മഹിതമായ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ഉമ്മത്ത് സ്നേഹിക്കുന്നത് സയ്യിദുൽ ഉലമയാണ്. ഈ ഉമ്മത്ത് സ്നേഹിക്കുന്നത് ഈ ഉമ്മത്തിന് ദീന് പറഞ്ഞു കൊടുത്ത സമസ്തയാണ്. അല്ലാഹുവിന്റെ റസൂല് ഇത് തന്നെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ്. നമ്മൾ സ്നേഹിക്കുന്നത് സമസ്തയെയാണ്, നമ്മുടെ മുൻഗാമികളെയാണ്. ശൈഖുന ശംസുൽ ഉലമയുണ്ട്, പാണക്കാട്ടെ സാദാത്യങ്ങളുണ്ട്, സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുണ്ട്. ഈ അളവറ്റ സ്നേഹം അത് സയ്യിദുൽ ഉലമ ഈ ഒരു 5, 8, 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് അടക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ സയ്യിദുൽ ഉലമ വല്ലാതെ അനുഭവിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സയ്യിദുൽ ഉലമയുടെ വാക്കുകളിൽ അത് പ്രകടമായിരുന്നു, അല്ലെ? സയ്യിദുൽ ഉലമ പറഞ്ഞത് എന്താ? 100ാം വാർഷികത്തോട് അനുബന്ധിച്ച് സമസ്ത എത്തി നിൽക്കുമ്പോ ഈ സമസ്തക്ക് ഒരു എക്സ്ട്രാ എനർജി വന്നു ചേർന്നിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങളത് പറഞ്ഞത് വെറുതെ ആരെങ്കിലും പറയും പോലെ ഇങ്ങനെ നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പറയാ, അങ്ങനെയല്ല. തങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഓരോ സെന്റൻസുകളും, ഓരോ വാചകങ്ങളും, ഓരോ വാക്കുകളും അത് വളരെ വിലപ്പെട്ടതാണ്. വെറുതെ കട 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 എന്ന് പറയുന്ന സ്വഭാവം തങ്ങൾക്കില്ല. അളന്ന് മുറിച്ചുള്ള വാക്കുകളാ, ആവശ്യത്തിന് മാത്രമുള്ള സംസാരങ്ങളാ, യാഥാർത്ഥ്യങ്ങൾ മാത്രം പറയുന്ന തങ്ങളാ. അതിലൊക്കെ ഉപരി ശൈഖും മശായിഖും ശൈഖുന ശംസുൽ ഉലമയാണ്. ആ തർബിയത്തിലാണ്. അതൊരു വല്ലാത്തൊരു അനുഭവം. ഇതൊന്നും എല്ലാവർക്കും കിട്ടൂല, നമുക്ക് കിട്ടൂല ഈ സാധനം. അപ്പൊ നമ്മൾ എന്താക്കും? അത് കിട്ടിയവരുടെ കൂടെ നിൽക്കും. കിട്ടുവോ? എനിക്കും നിങ്ങൾക്കും കിട്ടുവോ ശൈഖുന ശംസുൽ ഉലമയുടെ തർബിയത്ത്? ആ ശൈഖുന ശംസുൽ ഉലമ നമ്മളോട് ചോദിക്കുവോ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന്, നിനക്കെന്താ വേണ്ടത് എന്ന് ശൈഖുന ശംസുൽ ഉലമ നമ്മളോട് ചോദിക്കുവോ? അപ്പൊ നമ്മളോട് കിട്ടൂല. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? അത് കിട്ടിയ ആളുകള്, അതാണ് സയ്യിദുൽ ഉലമ. ആ സയ്യിദുൽ ഉലമയോടൊപ്പം നിൽക്കുക, സമസ്തയോടൊപ്പം നിൽക്കുക, ഹാരിസുമാരാവുക, ആ പാലക്കാട്ടെ മണ്ണാർക്കാട്ടെ കാരണവന്മാരാകുക. ഇത് മാത്രമേ നമുക്ക് ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്യാനുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉമ്മത്തിനെ നയിക്കാനുള്ള കാര്യപ്രാപ്തിയും അറിവും ഇതൊന്നും നമുക്കില്ല. നമ്മളൊക്കെ വെറും പൊട്ടന്മാര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഉമ്മത്തിനെ നയിക്കാൻ കാര്യപ്രാപ്തിയുള്ള ആളുകൾ ഉമ്മത്തിനെ നയിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുക, സയ്യിദുൽ ഉലമയോടൊപ്പം നിൽക്കുക, സമസ്തയോടൊപ്പം നിൽക്കുക. സമസ്ത ദീനിനൊപ്പമാണ്. അങ്ങനെയാണ് നമ്മൾ ദീനിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് ദീനിലേക്ക് നമുക്ക് നേരിട്ട് അങ്ങ് ചെല്ലാം എന്ന് വിചാരിക്കേണ്ട ആരും.
മനസ്സിലായില്ലേ? അതാരാ പറഞ്ഞേ? അത് അള്ളാഹ് പറഞ്ഞ്. എന്താ കാര്യം? അള്ളാഹ് എന്താ പറഞ്ഞേ? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലേ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ദീനിലേക്ക് അങ്ങനെ നേരിട്ട് എത്താൻ പറ്റുമായിരുന്നെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് പറഞ്ഞാൽ മതിയിരുന്നു? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിർത്താമായിരുന്നു. അവിടെ നിർത്തിയാ ഇല്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുത്ത് റസൂലിനെ അംഗീകരിക്കണം, വിശ്വസിക്കണം, മുത്ത് റസൂലിനെ സ്നേഹിക്കണം. എന്നാലേ അള്ളാഹിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ ഒരു ഇന്റർമീഡിയറി ഉണ്ട്. ഈ ദീനിലേക്ക് എത്താൻ മുത്ത് റസൂല് വേണം. ആ മുത്ത് റസൂലിലേക്ക് എത്താൻ എന്ത് വേണം? നമുക്ക് നേരിട്ട് പോകാൻ പറ്റുവാ? പറ്റൂല. അവിടെ എന്ത് വേണം? അവിടെ സമസ്ത വേണം, സയ്യിദുൽ ഉലമ വേണം. അത് കാരണം എന്താ? അത് കാരണം മുത്ത് റസൂലിന്റെ വലിപ്പവും നമ്മളുടെ വലിപ്പമാ. നമ്മളുടെ വലിപ്പം എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പാ. മുത്ത് റസൂലിന്റെ വലിപ്പത്തില് നമ്മളുടെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ പാപികളാണ്, പൊട്ടന്മാരാണ്, മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്, ദീനിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. ഇതൊക്കെയാണ് ഞാനടക്കമുള്ള ആളുകൾ. അപ്പോ അങ്ങനത്തെ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിലേക്ക്, അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിലേക്ക്, റസൂൽ എന്ന് പറഞ്ഞാൽ വഹി ഇറങ്ങുന്ന റസൂല്. വഹീനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ഈ വഹി എങ്ങാനും ഒരു പർവ്വതത്തിന് മുകളിൽ ആണ് ഈ വഹി വന്നിറങ്ങുന്നതെങ്കിൽ ആ പർവ്വതം പിന്നെ ഉണ്ടാവില്ല എന്നല്ലേ? അപ്പോ ആ റസൂലിന്റെ വലിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ വലിപ്പത്തോടൊപ്പം എത്താൻ നമുക്കൊന്നും സാധിക്കൂല. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോ ആ റസൂലിലേക്ക് എത്താൻ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇന്റർമീഡിയറികൾ വേണം. ആ റസൂലിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടു ചെന്നെത്തിക്കാനുള്ള ആളുകൾ വേണം. അതാണ് സമസ്തയും സമസ്തയുടെ മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. ആ സമസ്തയെ ഇന്ന് നയിക്കുന്ന സയ്യിദുൽ ഉലമയാ. ആ സയ്യിദുൽ ഉലമയോടൊപ്പം നമ്മൾ നിൽക്കുക, ഹാരിസുമാരിൽ ഒരാളാവുക, അതും ഒരു ഭാഗ്യ. ഞാൻ പറഞ്ഞില്ലേ, ഈ സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു ഭാഗ്യങ്ങളാ. കാരണം സമസ്തക്കാരനാവുക എന്ന് പറയുന്ന ഭാഗ്യ. ഇനി സമസ്തക്കാരനായതുകൊണ്ട് ഹാരിസിനെ പോലെയുള്ള അവസരങ്ങൾ ലഭിക്കുമോ? ഇല്ല. അത് ഹാരിസിന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ പല ഭാഗ്യങ്ങൾ ഞമ്മക്ക് കിട്ടിയ എന്താ? സമസ്തയോടൊപ്പം നിൽക്കാൻ കിട്ടിയ ഭാഗ്യം, സയ്യിദുൽ ഉലമയെയും സമസ്തയെയും സ്നേഹിക്കാൻ കിട്ടിയ ഭാഗ്യം. ഇതേ ഭാഗ്യമാണോ ഹാരിസിന് കിട്ടിയേ? അല്ല. ഹാരിസിന്റെ ബന്ധവും ഹാരിസിന്റെ ഭാഗ്യം എന്താ? ഹാരിസിന് സയ്യിദുൽ ഉലമയോടൊപ്പം നിൽക്കാൻ ഭാഗ്യം കിട്ടി, സമസ്തയോടൊപ്പം നിൽക്കാൻ ഭാഗ്യം കിട്ടി. അതിലേറെ ഉപരി സയ്യിദുൽ ഉലമ ഈ ഉമ്മത്തിന് വേണ്ടി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങി നടന്നപ്പോ ആ സയ്യിദുൽ ഉലമയെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ ഹാരിസിനെ കൊണ്ട് സാധിച്ചു. അപ്പൊ അത് നമുക്ക് കിട്ടാത്തൊരു ഭാഗ്യ. മനസ്സിലായില്ലേ? അതാണ് സയ്യിദുൽ ഉലമയും സമസ്തയും. എനിക്ക് അത്ഭുതവും ചിലപ്പോഴൊക്കെ ചില അസൂയം തോന്നാം. ഹാരിസിന്റെ സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയില്ലല്ലോ. ഹാരിസിന്റെ സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയോ? പറ്റിയില്ല. ചെറിയൊരു അസൂയ ഉള്ളിലുണ്ടാവുക. മനസ്സിലായില്ലേ? എനിക്ക് പറ്റുന്നില്ല. അസൂയ എന്ന് പറഞ്ഞാൽ ഹാരിസിന് കിട്ടിയതിൽ അസൂയല്ല, ഹാരിസിന് കിട്ടിയത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളത്. സയ്യിദുൽ ഉലമയോടൊപ്പം, ആ തങ്ങളോടൊപ്പം എന്തൊരു ഭാഗ്യാണോ ഹാരിസേ, എന്തൊരു ഭാഗ്യ. ആർക്കാ ഇതൊക്കെ കിട്ടുന്നത്?